ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെക്കാളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തമായിട്ടുള്ള ഒരു പരീക്ഷണശാലയായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പരീക്ഷണശാലയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ പരീക്ഷിക്കുന്ന വിഭവങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിൽ വളരെയധികം മുൻപോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ. ഈ അടുത്ത നാളുകളിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അജണ്ടകളെക്കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജയരാജന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ നടത്തുന്ന ഒരു നിഗൂഢ തന്ത്രങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ചർച്ചകൾ വന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് വളരെ നിഗൂഢമായി, വളരെ തന്ത്രപരമായിട്ട് രാഷ്ട്രീയ മേഖലയിൽ ഒരു അധിനിവേശ സ്വഭാവം കാണിക്കുന്നത്, എങ്ങനെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ജയിപ്പിച്ചെടുക്കുവാൻ അവർ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നതിനെ പറ്റിയുള്ള നിരവധി പ്രതിവാദങ്ങൾ മാധ്യമങ്ങളിലൂടെയും ഒപ്പം പൊതുസമൂഹത്തിലും ചർച്ചയാക്കപ്പെട്ടിരുന്നു. ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ, ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തെ അതിഭയാനകമാംവിധം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കരാള ഹസ്തങ്ങൾ, അതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ, ഇവരുടെ നിഗൂഢ അജണ്ടകൾ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അധിനിവേശമാണ്. അത് ലോകത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അധിനിവേശമാണ്. അത് ഇതര രാജ്യങ്ങളിലേക്ക്, ഇതര മതവിഭാഗങ്ങളിലേക്ക് അവർ നടത്തുന്ന അധിനിവേശം. ആ അധിനിവേശത്തിന് പല സ്വഭാവങ്ങളുണ്ട്. അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, അത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒരു മതപരമായിട്ടുള്ള ഒരു അധിനിവേശമായിക്കോട്ടെ, അതിന് പല കളറുണ്ട്, പല സ്വഭാവമുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്. അത്തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഒരു അധിനിവേശം, അതിന് പല ഘട്ടങ്ങളുണ്ട്. ഒരു അധിനിവേശം ഒരു പ്രകടമായ രീതിയിൽ വ്യാപിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തുക എന്നൊരു ഘട്ടം അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അത് അധിനിവേശം നടത്തിയിട്ടുണ്ടോ അതിന്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ മേഖലയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഏറ്റവും ആത്യന്തികമായി അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സംവിധാനങ്ങളെ ഒരു ഭയപ്പെടുത്തുക എന്നൊരു തന്ത്രം ഇവർ പയറ്റുന്നുണ്ട്. ആ ഒരു ആംഗിളിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ അവരുടെ ഒരു പരീക്ഷണശാലയിൽ അവർ പരീക്ഷിച്ചെടുക്കുന്ന ആ ഒരു വിഭവങ്ങൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിഭവങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിൽ അവർ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാനത് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കളുടെയൊക്കെ ഒരു പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചില വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുവാൻ അവർ ഭയക്കുന്നു, ചിലരെ വിമർശിക്കുവാൻ അവർ മടിക്കുന്നു, ചിലർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ അവർ ഭയപ്പെടുന്നു. കാരണം നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ഹമാസിനെ പേരെടുത്ത് അല്ലെങ്കിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചവർക്ക് ആർക്കും അവരുടെ ഒരു പൊളിറ്റിക്കൽ ഭാവി പിന്നെ അനിശ്ചിതാവസ്ഥയിലാണ്, ഒരു ആശങ്കയിലാണ്. നമുക്ക് ഈ 2021 ആ ഒരു വർഷത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നമ്മൾ നിയമസഭാ ഇലക്ഷൻ നടന്ന ഒരു വർഷം. പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റിനെ സാധൂകരിക്കുന്ന 3 പോയിന്റ് നമുക്ക് ഈ 2021 വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഷോൺ ജോർജ് BJP നേതാവ് നമ്മുടെ വൈകുന്നേരം വാർത്താനേരം ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. ഈ പാലക്കാട് സംഭവിച്ചത് 2021 പൂഞ്ഞാറിൽ PC ജോർജിന് സംഭവിച്ച അതേ ഒരു കാര്യം തന്നെയാണ് പാലക്കാടും സംഭവിച്ചിരിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം ഏത് കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, ഇറസ്പെക്റ്റീവ് ഓഫ് ഐഡിയോളജി അവർ ഒന്നിക്കും. അത് പൂഞ്ഞാറിലും സംഭവിച്ചു, അത് പാലക്കാടും സംഭവിച്ചു. രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് 2021 മെയ് മാസത്തിലാണ് സൗമ്യ സന്തോഷ് ഇസ്രായേലിൽ മരണപ്പെട്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് എഡിറ്റ് ചെയ്യേണ്ടി വന്നു, പിൻവലിക്കേണ്ടി വന്നു. കാരണം ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിലെ ഹമാസ് തീവ്രവാദികളുമായി റെഫറൻസ്, ആ മരണത്തിന് ഉത്തരവാദികളായി ഹമാസ് തീവ്രവാദികളാണ് എന്ന തരത്തിലുള്ള റെഫറൻസ് ഉണ്ടായിരുന്നു, അത് പിൻവലിക്കേണ്ടി വന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിനും ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ 2021 മെയ് മാസത്തിൽ തന്നെയാണ് നമ്മുടെ 80-20 സുപ്രധാനമായിട്ടുള്ള കോടതി വിധി ഉണ്ടായത്. ആ 80-20 വിഷയത്തിൽ നമ്മുടെ നേതാക്കൾ, ക്രൈസ്തവർ പരമ്പരാഗതമായി വോട്ട് ചെയ്യിപ്പിച്ചു വിട്ട നമ്മുടെ നേതാക്കൾ ആ വിഷയത്തിൽ എടുത്ത നിലപാട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പലതവണ ആ വിധി വന്നതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പലതവണ അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെ മലക്കം പറയുന്ന ഒരു സ്ഥിതിവിശേഷം. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കരുത്, സംസാരിക്കരുത്,
പ്രസ്താവന ഇറക്കരുത് എന്ന വ്യക്തമായ ഒരു തരത്തിൽ പറയേണ്ട ഒരു തക്കിയ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ മേഖലയെ ഒരു ഭയം ഗ്രസിച്ചിരിക്കുന്നു. ഒരു തരത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാം വിമർശിക്കപ്പെടരുത് എന്ന കൃത്യമായിട്ടുള്ള അജണ്ട അവർ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ജോജി, നമ്മൾ ഈ കേരളത്തിലെ ഒരു സാഹചര്യം പറയുന്നു. ഈ ഒരു അജണ്ട തന്നെയല്ലേ ഈ ലോകത്തിൽ എല്ലായിടത്തും നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് എല്ലായിടത്തും ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് തുടക്കത്തിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മുസ്ലിം മത സമൂഹത്തിൽ തന്നെ മതേതരത്വ നിലപാടുള്ളവർ അല്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കുന്നവരുണ്ട്. അവരെ പോലും കരുവാക്കുന്ന വിധത്തിൽ, അവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പലപ്പോഴും ഇവരുടെ നീക്കങ്ങൾ, അല്ലെ? പൊളിറ്റിക്കൽ ഇസ്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ മുസ്ലിം മതവിഭാഗത്തിലുള്ള സമാധാനപ്രിയരായ ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ, അല്ലെങ്കിൽ തീവ്ര ആശയമില്ലാത്തവര്, അവർക്ക് വരെ വലിയ ഭീഷണിയാണ് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു അവസ്ഥകളെ കുറിച്ച് നമുക്ക് ഇപ്പം ഇവിടെ ജോർജ് പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ കൂടി ഞാൻ അതല്ലെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിഷ്പക്ഷനായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്ക് സംസാരിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് ഭാവിയിൽ നിന്ന് പറയാൻ നമുക്ക് പറ്റിയില്ല. ആ അവസ്ഥയിൽ കേരളം ആയിട്ടില്ല. എനിക്കറിയത്തില്ല ആണോ എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ശരിക്ക് ഇന്നും? അത് ഞാൻ എവിടെയും ആ രീതിയിലുള്ള ഇപ്പൊ ഈ മതേതരത്വം എന്ന് പറയുന്നു. മതേതരത്വം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ന്യായമായതിനു വേണ്ടി ഒന്ന് സംസാരിച്ച ഉടനെ അവിടുത്തെ മതേതരത്വം തകർന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമികളുടെ കാര്യം വരുമ്പോഴോ മനസ്സിലാക്കണം, ഈ തീവ്ര ആശയങ്ങൾ അവർ വല്ലാതെ ഉയർത്തി വിട്ടിട്ട് ആ രീതിയിലുള്ള എന്തെങ്കിലും പരാമർശം ഉണ്ടായി ഉടനെ അവിടെ എല്ലാം തകർന്നു. സമുദായത്തിന്റെ സന്തുലിതാവസ്ഥ തകർന്നു, മതസൗഹാർദ്ദം തകർന്നു, അല്ലെങ്കിൽ മതേതരത്വം തകർന്നു, ഭരണഘടന ഇല്ലെന്നായി, അവകാശം എന്തെല്ലാം ആ അവസ്ഥ അതൊരിക്കലും നമ്മൾ ഒരു നല്ല ആരോഗ്യകരമായ സമൂഹത്തിന് ഇതൊരിക്കലും വെച്ചുതുറപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ തുറന്നു പറയാൻ രക്ഷയില്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ ഉടനെ അവൻ ക്രിസംഖിയായി മാറി, ക്രിസ്ത്യാനിയുടെ ഉടനെ അവൻ ക്രിസംഖിയായി മാറി, ഇനി എന്തെങ്കിലും ഹൈന്ദവാണ് ഉടനെ അവൻ സംഖ്യയായി. അതാണ് ഭയങ്കര മനസ്സിലാക്കണം. എവിടെയാണ് ഇവിടെ ജോലി പറഞ്ഞ ഈ അവിടെ വ്യത്യസ്തങ്ങളായ തക്കികളാണ് ഇതല്ല ശരിക്ക്. ഇതൊക്കെ സമൂഹത്തിൽ മനസ്സിലാവുന്നില്ല, കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ശരിക്കും. ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായിട്ടുള്ള ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാരണം മാത്രമാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഇത് മറ്റൊരു അപകടം അറിയോ, കേരളം പോകുന്ന ഒരു സൈലന്റ് ഇൻവേഷനിലേക്കാണ് പോകുന്നത്. ഇത് ഇൻവേഷനാണ്, ഇത് അതിക്രമമാണ്, ഇത് കടന്നു കയറലാണ്, ഇത് ആക്രമമാണെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പറയാൻ പറ്റാത്ത അവസ്ഥ. മിണ്ടായിരുന്നോണം. നമ്മുടെ കഴുത്തൊരാൾ അറക്കും. ഞാൻ പറയണം, നമ്മുടെ കഴുത്തൊരാൾ ഇങ്ങനെ അറുത്തോണ്ടിരിക്കുമ്പം എനിക്ക് വേദനിക്കുന്നുണ്ട്, എന്റെ കഴുത്തിറക്കുകയാണ്, ഞാൻ മരിക്കാൻ പോകണം, ഇതുപോലും പറയാൻ പറ്റിയല്ല. അതായത് ആദ്യഘട്ടം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇൻവേഷന്റെ ആദ്യഘട്ടം വിജയിച്ചു. നമ്മൾ ഇനി ജസ്റ്റ് നമുക്ക് ലോകം മുഴുവൻ നോക്കിക്കേ എന്താ സംഭവിച്ചത് ശരിക്കും നമ്മൾ ചിന്തിക്കാൻ വെച്ചാൽ, ഈ 924 ഈ ഓട്ടോമൻ ടർക്കികളുടെ കാലിഫേറ്റ് അതങ്ങോട്ട് അവസാനിച്ചു. അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇസ്ലാം വാദത്തിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നത്. അതങ്ങോട്ട് അവസാനിച്ചു. പക്ഷെ അതുകൊണ്ട് മുഴുവനായിട്ടില്ല. അവിടെ മുറിവേറ്റ അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്സ് നടക്കുകയെന്ന് കണ്ട ഉടനെ 928 ഈ ആശയങ്ങൾ എല്ലായിടങ്ങളിലും വ്യാപിപ്പിക്കാൻ വേണ്ടി ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കണം, അവിടെ ആ ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ നമ്മളത് ഭയങ്കര സൈലന്റ് അനുസരിക്കുക. അവിടെ ആശയവാദം അത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയാണ്. അത് വെസ്റ്റേൺ ആശയങ്ങൾ ഞങ്ങളുടെ രാജ്യങ്ങളിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. പല ആശയങ്ങളുണ്ട്. പക്ഷേ അവർ എങ്ങോട്ട് പോയി? അവരുടെ സമാധാനപ്രയമായിരുന്നു ഒരിക്കലും അവരുടെ ആശയങ്ങൾ. അവരുടെ ആശയങ്ങൾ അവരത് സാധൂകരിക്കാൻ വേണ്ടി അത് ഒരു സായുധ വിപ്ലവത്തിലേക്ക്, അല്ലെങ്കിൽ ആയുധം എടുത്തുള്ള പോരാട്ടം, വാളുകൊണ്ടുള്ള പോരാട്ടം, ആ അവസ്ഥയിലേക്ക് വരെ അതുകൊണ്ട് എത്തിവച്ചിരിക്കുക. വളരെ സൈലന്റ് ആയിട്ട് വരുന്നിരിക്കുക. മനസ്സിലാക്കണം, അതിപ്പോൾ ഈജിപ്റ്റ് തുടങ്ങി പല വിഷയങ്ങളുണ്ടായി. ഇന്നും ശക്തമായി ഇസ്താംബുളിൽ, ഖത്തറിൽ, ലണ്ടനിലൊക്കെ അവരുടെ പ്രവർത്തനം വളരെ ശക്തമാണ്. അപ്പൊ അതാണ് റൂട്ട് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ റൂട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും അതിന്റെ ഒരു ഉത്ഭവം അത് ഈജിപ്റ്റ് ശരിക്കും. അവിടെ ആ ഈജിപ്തിന്റെ ആ ഒരു ദേശത്തുകൊണ്ട് അവരുടെ ആ ഒരു ചിന്താഗതികൾ പറയുകയാണെങ്കിൽ അല്ലസർ എന്ന് പറയുന്ന ഒരു മതപഠനശാലയുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇത്ര തീവ്ര ആശയങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവരുടെ ആശയങ്ങൾ വളരെ നമ്മൾ കേട്ട ഞെട്ടിപ്പോകുന്ന ആശയങ്ങളാണ്. ഇവിടെ ആർക്കാണ് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുക? അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ മതവിശ്വാസങ്ങളുള്ളവർക്ക് മാത്രം. എന്തൊരു കൺസെപ്റ്റാണിത്! മറ്റുള്ള മതവിശ്വാസങ്ങളുള്ള ഒരു ബഹുതര സമൂഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ അവരുടെ മതവിശ്വാസങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ അതിൽ പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ, അതിൽ അറിവുള്ളവർക്ക് മാത്രമേ അവരുടെ ദേശത്ത് മതനിയമങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ പാടുള്ളൂ. ഇനി എല്ലാ മേഖലകളിലും ആർക്കാണ് ആധിപത്യമുള്ളത്?
അത് അവരുടെ മതവിശ്വാസമുള്ളവർക്ക് അതൊക്കെ ഭയങ്കര എന്തൊരു ഈ സമൂഹത്തിൽ നമുക്ക് ആ രീതിയിലുള്ള ആശയമുള്ളത്. ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതാണ്. നമ്മൾ ഉള്ളി പൊളിച്ച് ചെല്ലുമ്പോൾ ഇതിന്റെ ഉള്ളിൽ, പക്ഷെ ആരും പൊളിക്കുന്നില്ലല്ലോ. എല്ലാവരും പൊളിക്കാതെ പൊതിഞ്ഞു, എത്രമാത്രം പൊതിഞ്ഞു ജോർജി. പിന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഇപ്പൊ ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, ശരിക്കും കാണുന്നില്ലേ? മനസ്സിലാക്കണം, ഈ ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന 1948 ആദ്യത്തെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ പങ്കെടുത്തവർ, അവർ സപ്പോർട്ട് ചെയ്തവർ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു സെൻട്രൽ ഏഷ്യയിലും യൂറോപ്പിലുള്ള ഇപ്പൊ ഈ മുസ്ലിം എന്നാ പറയാ ചില രീതിയിലുള്ള പ്രത്യേകമായ വേഷപ്രജ്ഞരായി പലയിടങ്ങളിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നത്. മനസ്സിലാക്കണം, തീവ്ര ആശയമുള്ളവർ കടന്നു ചെല്ലുന്നത്, ഞാൻ പറഞ്ഞ എല്ലാവരെയും അല്ല, പക്ഷെ തീവ്ര ആശയമുള്ളവർ കടന്നു ചെല്ലുന്നത്. ഇതിന്റെ പുറകിലൊക്കെ ഇത്ര ആശയങ്ങളുണ്ട് ശരിക്കും. ഇതൊരു ഇൻവേഷനാണ് ശരിക്കും. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ ഇത്തരത്തിലുള്ള ആ ഒരു എന്താ പറയാ ഗൂഢ ലക്ഷ്യങ്ങൾ മുൻപ് വെച്ചവരാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണത്. ബ്രിട്ടൻ, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇതിലെല്ലാം ഇവരൊക്കെ ഇനി എത്രമാത്രം വലിയ ഏറ്റവും രസകരമായ വസ്തുത, അവിടുത്തെ ഈ മതേതരവാദികൾക്ക്, അവിടുത്തെ നിഷ്പക്ഷവാദികൾ എന്ന് പറയുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറില്ല. ആ സമയം എന്തെങ്കിലും രീതിയാണ് ഈ വളരെ ഒരു ദയനീയ അവസ്ഥ ഇവർക്കാണ്. ഫ്രാൻസിൽ അല്ലെങ്കിൽ ബ്രിട്ടനിലൊക്കെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസം നമ്മളൊന്ന് ഉയർത്തിപ്പിടിച്ച ഉടനെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി. അവിടുത്തെ മതേതരത്വം അതങ്ങ് പൊളിഞ്ഞുപോയി. അവിടെ ഭയങ്കര വിഷയങ്ങളെ അവിടെ ഇസ്ലാമോഫോബിയ. അതാണ് ഇനി വേറൊരു വലിയൊരു അവരുടെ ഭാഷ തക്കിയെന്ന് തന്നെ പറയും. ഇസ്ലാമോഫോബിയ. എവിടെ ഇസ്ലാമോഫോബിയ അല്ല, ശരിക്കും ഇസ്ലാമിക് ഫിയറാണ്. സത്യമാണത്. കാരണം വെച്ചാൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചില ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്നുണ്ടാവുന്നു. ജനം പേടിച്ചു പോകുന്നില്ലേ? അപ്പൊ അതിന്റെ ഒരു ശരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഫോബിയാണ്. ടെററാണ് ശരിക്കും നടക്കുന്നത്. അപ്പൊ വേറെ അപ്പൊ അതിന്റെ ഒരു വലിയൊരു അവസ്ഥ നമ്മൾ കേരളത്തിൽ ഇപ്പം പറഞ്ഞില്ല, കേരളത്തിൽ ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ അവരുടെ ഒരു ടാറ്റിക്സ് അറിയോ? അവരുടെ ടാറ്റിക്സ് ഈ രീതിയിലുള്ള ആരെങ്കിലും ഒക്കെ പ്രതികരിക്കാൻ തയ്യാറായാൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഞങ്ങൾ ഇല്ലെന്നാക്കും. അപ്പോൾ ഞങ്ങൾ പക്ഷെ അതൊന്നും സാധിച്ചല്ലോ. ഞാൻ തുറപ്പ് പറഞ്ഞു, അത് സാധിക്കില്ല. അത് ആ രീതിയിലൊന്നും കേരളം പോവുകയല്ല, അത്തരത്തിലൊന്നും കേരളം പോവുകയല്ല. കേരളത്തിന് ഇപ്പോഴും ഇവിടെ നല്ല എന്താ പറയുക ശാന്ത സ്വഭാവമുള്ള, അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിം വിശ്വാസികളുണ്ട്, സമുദായത്തിലുണ്ട്. ഉറപ്പാട് ഹൈന്ദവരുണ്ട്, അതുപോലെ എന്താ പറയുക ക്രൈസ്തവരുണ്ട്. പക്ഷെ അവരുടെ ഈ ചെറിയൊരു ഗ്രൂപ്പിന്റെ ഒരു ചെറിയ ഗ്രൂപ്പാണ് അവരുടെ ഒരു എന്താ പറയുക ഒരു മിഥ്യാബോധമാണിത്. അല്ലെങ്കിൽ അവർ ആ രീതിയിലുള്ള ഒരു ചിന്താധാര പടർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് പലരും ഭയം നമ്മളെ പല കീഴ്പ്പെടുത്തും. ഒരാൾ ഭയപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വല്ലാതെ നമ്മുടെ രാഷ്ട്രീയക്കാരെ കീഴ്പ്പെടുത്തുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ സമുദായ നേതാക്കന്മാരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിലൊരു എന്താ പറയുക അപകടം പിടിച്ച കാര്യമാണ്. അരുൺ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഏത് രാജ്യത്തൊക്കെ വിജയിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവരുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക. അത് ജോജിയും വളരെ ശക്തമായിട്ട് തന്നെ അതിനെ പറ്റി പരാമർശിച്ചു. അപ്പോൾ അവരെവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരുടെ ഒരു വിജയ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ആയുധമാക്കുന്നത് മറു സൈഡിലുള്ളവരുടെ ഒരു അനൈക്യമാണ്, അല്ലെ? ഒരു ഐക്യമില്ലാത്തൊരു അവസ്ഥയാണ്. അത് ലെബനോൻ ആയിക്കോട്ടെ, ഈ പഴയ ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആ ഒരു പ്രദേശത്തുള്ളവരുടെ ഒരു അവസ്ഥയായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, മറു സൈഡിലുള്ളവരുടെ ഒരു ഐക്യമില്ലായ്മ. നമ്മൾ കേരളത്തിലൊരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെ ഈ ഭയപ്പെടുത്തുന്നതിൽ അവർ വിജയിക്കുന്നത് ഒരു പരിധിവരെ ഈ മറു സൈഡിലുള്ള, പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ടാർഗറ്റ് ചെയ്യുന്ന ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിലുള്ള ഒരു അനൈക്യം ഇവർ കൃത്യമായിട്ട് തന്നെ മുതലെടുക്കുന്നില്ലേ? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴും ഇവിടെയുള്ളവർക്ക്, സാധാരണ ജനങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അതിന്റെ റൂട്ട് എന്താണ്, അതിന്റെ ഒരു ഒറിജിൻ എന്താണ് എന്നതിനെ പറ്റി കാര്യമായിട്ടുള്ളൊരു ഗ്രാഹ്യമില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കൂടി നമ്മുടെ ഒരു ഡിസ്കഷൻ പോകേണ്ടിയിരിക്കും. ജോർജ്, ഇപ്പൊ ഈ ചർച്ച തുടങ്ങി ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കമന്റുകൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണ്. ആദ്യം വരുന്ന കമന്റ് ഇതായിരിക്കും: നിങ്ങൾ മുസ്ലിം വിരോധം ഈ നാട്ടിൽ പരത്തിക്കൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന്റെ വിഷം നിങ്ങളും ചീറ്റാൻ തുടങ്ങിയിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമോഫോബിയ പരത്തുന്നു, നിങ്ങൾ ക്രിസ്തംഗികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ക്രിസ്തംഗികളാണ്, കുറച്ച് കഴിഞ്ഞാൽ സംഘികളാണ്. ഓക്കെ, ഈ രീതിയിലാണ് ഇനി ഇതുമേലുള്ള കമന്റ്സ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചല്ല, അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യം നൽകണം. നമ്മൾ സംസാരിക്കുന്നത് മുസ്ലിമുകളെ കുറിച്ചുമല്ല. ഇസ്ലാമിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും രണ്ടായി തന്നെ കാണണം. നമ്മൾ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ അതിന്റെ ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇസ്ലാമിസ്റ്റുകൾ എന്ന പേരാണ് ഉപയോഗിക്കുക. അതല്ലാതെ ഈ സാധാരണ മുസ്ലിമുകളെ പറയുന്ന പേരുകളല്ല, സാധാരണ മുസ്ലിമുകൾക്കെതിരെയുള്ള ആരോപണങ്ങളല്ല ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ഇസ്ലാമിന് 2 ഘട്ടങ്ങളുണ്ട്. അതിലെ ഒരു രണ്ടാമത്തെ ഘട്ടമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായിട്ട് ഇസ്ലാം ആധിപത്യം സ്ഥാപിക്കുക, ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം.
അതായത് അവരായിരിക്കുന്ന മേഖലകളിൽ, അവരായിരിക്കാത്ത മേഖലകളിലെല്ലാം ഇസ്ലാമിനെ കൊണ്ടുവരിക, അതിനുശേഷം അവിടെ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുക. അത് ഒന്നുകിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ഇസ്ലാമിക് രാജഭരണം. ജനാധിപത്യ പ്രക്രിയയിലാണെങ്കിൽ അതിനുള്ളിലേക്ക് ഇസ്ലാമിനെ തിരികെ കയറ്റുക. അങ്ങനെ ഇസ്ലാം അധിഷ്ഠിതമായ ഒരു ഭരണം, ഇതാണ് അതിന്റെ കാതലായിട്ടുള്ള ഒരു സംഗതി. ഇസ്ലാം അധിഷ്ഠിതമായ ഒരു ഭരണം അത് ലോകക്രമത്തിൽ എല്ലായിടത്തും സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഖിലാഫത്തിന്റെ ഒരു പുനരുജ്ജീവനം, ഇതൊക്കെയാണ് ഇവര് ലക്ഷ്യം വെക്കുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് ആരുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? അവർ മുസ്ലിമുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കള്ളനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർ പറയും ഇതാ മുസ്ലിമുകളെ കുറിച്ച് പറയുന്നു എന്ന് പറയും. കാരണം ഈ കള്ളൻ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു ഉത്സവപ്പറമ്പിൽ വന്ന ഒരു പള്ളി ആഘോഷങ്ങളുടെ ഇടയിൽ വന്നു, അപ്പൊ അവിടെ ചിലപ്പോൾ പോലീസ് ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും കള്ളന്മാരെ സൂക്ഷിക്കുക. ഈ കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആ ഉത്സവത്തിന് വന്നിരിക്കുന്ന ജനങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളെ കുറിച്ചാണ് പറയണെന്ന് അവർ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇത് കള്ളന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ് ഇത് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ഒരു ശരീഅത്ത് പ്രകാരമുള്ള ഒരു നിയമം, അത് ലോകമെമ്പാടും വ്യാപിപ്പിക്കുക. അത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് മറ്റുള്ളവർ എന്തിന് അലോസരപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് ടൈംസേ ഉള്ളൂ. ഒന്ന് കാഫിർ, ഒന്ന് മുസ്ലിം. അപ്പൊ കാഫിറിനെ എങ്ങനെ ഭരിക്കണമെന്നും അതിലുണ്ട്, മുസ്ലിമിനെ എങ്ങനെ ഭരിക്കണമെന്നും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാഫിറുകൾ എന്ന് അവർ ആരൊക്കെയാണോ അവർ കരുതിയിരിക്കുന്നത് അവർക്കെല്ലാം ഇത് വലിയൊരു അപകടമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശങ്ങൾ വരുമ്പോൾ മറ്റു ഇതിനെക്കുറിച്ച് വിവരമുള്ളവര് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. കാരണം ഇവര് പല സ്ട്രാറ്റജികളാണ് പലയിടത്തും നടപ്പാക്കുന്നത്. ഇപ്പൊ യൂറോപ്പിൽ നടപ്പാക്കുന്നതല്ല കേരളത്തിൽ നടപ്പാക്കുന്നത്, കേരളത്തിൽ നടപ്പാക്കുന്നതല്ല ഇന്ത്യയിൽ നടപ്പാക്കുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇവർ നടപ്പാക്കുന്നതല്ല ഒരു മുസ്ലിം രാജ്യത്ത് ഇവർ നടപ്പാക്കുന്നത്. ഇവർ ഓരോ സാഹചര്യം അനുസരിച്ച് ഇവരുടെ സ്വഭാവം മാറുന്നു. കാരണം ഇവർക്ക് ഒറ്റ ലക്ഷ്യമാണ് ഉള്ളത്. ആ ലക്ഷ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോ നമുക്കറിയാം, ചില മുസ്ലിം രാജ്യങ്ങളിൽ അവിടെ ഇവരെ എക്സ്പോസ് ചെയ്യുന്നത്, ഇവർ വലിയ ചാരിറ്റിക്കാരും ഇതൊക്കെ ആയിട്ട് ആ ജനങ്ങളുടെ ഇടയിൽ ഇവരുടെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ ഇപ്പൊ ഇവർ ഭൂരിപക്ഷമില്ലാത്ത ഒരു രാജ്യത്ത് അവിടെ വളരെ സീക്രട്ട് ആയിട്ട്, വളരെ രഹസ്യാത്മകമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ PFI, ഈ PFIയുടെ പ്രവർത്തന രീതികളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഇവര് എത്രത്തോളം രഹസ്യാത്മകമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എത്രത്തോളം തന്ത്രപരമായിട്ടാണ് ഓരോ പേരുകൾ പോലും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സഹൃദയ, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ്ഡ് തോട്ട്സ്, പാല. അപ്പൊ ഇങ്ങനെ അവരുടെ ഏരിയ അല്ല, അവർ പാലയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ പാലയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ എല്ലാം അവരുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം. ഈ പ്രവർത്തനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നവർ ക്രിസ്തംഗികളും വർഗീയവാദികളും ആയി മാറുന്നിടത്താണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം കിടക്കുന്നത്. ഇനിയും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെ പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് റാഡിക്കൽ ഇസ്ലാം ഉണ്ട്. ഈ റാഡിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നാണെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കൂടിയ വേർഷനാണ് ഈ റാഡിക്കൽ ഇസ്ലാം. ഈ റാഡിക്കൽ ഇസ്ലാമിനെ നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അവരെ നമുക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ കാണാം, അൽ ഖ്വയ്ദയെ പോലെ കാണാം, താലിബാനെ പോലെ കാണാം. പക്ഷെ അവരെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ജോർജി സൂചിപ്പിച്ചു, പാലക്കാട് എന്ത് സംഭവിച്ചു ആരും അറിയുന്നില്ല. പക്ഷെ ഇവർ അവരുടെ കളി കൃത്യമായിട്ട് അവർ കളിച്ചു. പൂഞ്ഞാറിൽ എന്താണോ കളിച്ചത് അവർ കൃത്യമായിട്ട് കളിച്ചു. ഇവരെല്ലാ സംവിധാനങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവര് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, പോലീസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവൻ കോടതിയിൽ പോലും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സാമ്പത്തിക മേഖലയില്, രാഷ്ട്രീയ മേഖലയിൽ എല്ലായിടത്തും ഇവർ നുഴഞ്ഞു കയറിയിട്ട് ഇവരുടേതായ അജണ്ട കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ ബോധമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചു തുടങ്ങിയവര്, അല്ലെങ്കിൽ ഇതിന്റെ കെണികൾ മനസ്സിലാക്കി വന്നവര്, അവരാണ് ഇപ്പോൾ ശബ്ദിക്കുന്നത്. ആ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോർജ്, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക് സ്കോളേഴ്സ് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ നോക്കണം. അപ്പൊ അവര് പറയുന്ന, ഞാൻ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം ചര്യകളുണ്ട്. ഒന്ന് മക്കയിലെ ചര്യ, അതായത് മക്കയിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് ആ ഒരു കാര്യങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ. നമ്മുടെ ഇടയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഈ മക്കയിലെ ചര്യകൾ ഫോളോ ചെയ്യുന്നവരാണ്. അതായത് അത് ആത്മീയതയിൽ ഊന്നിയതാണ്. അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർ അതിൽ വ്യാപരിക്കുന്നു. പക്ഷെ മക്കയിലെ ചര്യയിൽ നിന്ന് മാറി മദീനയിലെ ചര്യയിലേക്ക് വരുമ്പോൾ അതിലൊരു ഈ പറഞ്ഞ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില അധിനിവേശങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. ഇതിനെ ഫോളോ ചെയ്യുന്നവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാംകാർ ഇത് ഫോളോ ചെയ്യുമ്പോൾ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ എതിർക്കുകയാണോ ചെയ്യേണ്ടത്? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഒന്നുകിൽ അവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ അവർക്കറിയാലോ, അവർ പഠിച്ച ഐഡിയോളജിയിൽ അവർക്കറിയാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ് ആത്യന്തികമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും അവർ ഇതിനെ മൗനമായിട്ട് ഇതിനെ സമ്മതം കൊടുക്കുന്നു. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ത് ചെയ്താലും ഒന്നുകിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ മിണ്ടാതിരിക്കും, അതല്ലെങ്കിൽ അതിനെ അവർ മൗനാനുവാദം കൊടുക്കും. പക്ഷെ പുറമേ കാണിക്കുമ്പോൾ, അതായത് രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ ചില നേതാക്കന്മാരോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവർ എതിർത്ത് സംസാരിക്കും, അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാമിനെ എതിർത്ത് സംസാരിക്കും. പക്ഷേ അവർ മനസ്സുകൊണ്ട് ഇതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് വലിയൊരു അപകടം കിടക്കുന്നത്. നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഗെയിം ടാക്ടിക്സ് അത് കേരളത്തിൽ അവർ നടപ്പാക്കുന്നത്, അത് ചില കണക്കിലെ ചില കളികൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അനുകൂലമാണ്. നമുക്ക് കേരളത്തിന്റെ ഡെമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ വിദേശങ്ങളിലേക്ക് നിരവധി പേർ കുടിയേറി പോകുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും പോകുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് എന്ന കാര്യം തർക്കമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ഇവർ പലരും ഈ വോട്ടെടുപ്പിന്റെ സമയത്തൊന്നും വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്കൊന്നും വരുന്നതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ മറു സൈഡിൽ വലിയ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു ചില പിക്ചേഴ്സ് ഉണ്ട്. ഈ എയർപോർട്ടിൽ ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ ഇന്ന സ്ഥാനാർത്ഥിയുടെ ഒരു പിക്ചറൊക്കെ പതിച്ചുകൊണ്ട് ചിലരൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യം. ഞാനത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണെന്ന് വയ്ക്കുക. ഒരു 30 പേര് അവിടെ ഉണ്ട്. അതിലൊരു 10 പേര് കൃത്യമായിട്ടൊരു കാൻഡിഡേറ്റിനെയാണ് അവർ പിന്താങ്ങുന്നത്. പിന്നെ ബാക്കിയുള്ളത് 20 പേരാണ്. ഈ 20 പേരിൽ 5 പേർ ആബ്സെന്റ് ആയിരിക്കും. കേരളത്തിലെ സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ 5 പേര്, അതായത് ഈ 5 പേര് വിദേശത്താണ്, വോട്ട് ചെയ്യാൻ വരത്തില്ല. പിന്നെ സംഭവിക്കുന്നത് ഈ 20 പേരിൽ പിന്നെ ഉള്ളത് 15 പേരാണ്. അവര് 3 അഞ്ചുകളായിട്ട് ഓരോരുത്തരുടെയും കയ്യിലേക്ക്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഈ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. പക്ഷെ മറു സൈഡിൽ ഈ 10 അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ചു നോക്കുമ്പോൾ ഈ 10 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 പേർക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചിന്ത വരാം. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, ഈ 15 എന്ന് പറയുന്നത് 5 ഒരാൾക്ക് 5 ഒരാൾക്ക് 5 ഒരാൾക്ക്, അപ്പൊ ഈ 15ന് യാതൊരു വിലയില്ലാതായി മാറുന്നു. ശരിക്കും കോമൺ മാത്തമാറ്റിക്സ് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇവർ മുതലെടുക്കുന്നത്. ഒന്ന് അനൈക്യം, ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റം. അത് തന്നെയാണ് ഇവരുടെ ഒരു വിജയരഹസ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ല, ഞാൻ പറഞ്ഞു, നമ്മൾ ഈ തീവ്ര ആശയങ്ങളുമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വലിയ അപകടം മനസ്സിലാക്കണം. ഇപ്പൊ ജോർജ് പറഞ്ഞ പോലെ ഈ 15 എന്ത് ചെയ്യാൻ സാധിക്കും? 15 അവരെങ്ങോട്ട് ഡിസ്പ്ലേസ് ആയി പോവാണ്, 10 ഒറ്റക്കെട്ട നിൽക്കുകയാണ്. പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ കാണുന്നത് യൂറോപ്പിൽ ഫാർ റൈറ്റുകൾ ശക്തിപ്പെടുന്നു. അത് ഫാർ റൈറ്റുകൾ ഉൾപ്പെടെ ശക്തിപ്പെടുന്നു. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മൾ കണ്ട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ, ക്രിസ്ത്യൻ മേഖലകളിൽ BJP വോട്ട് പോയത് സത്യമായ കാര്യമാണിത്. അപ്പൊ ഇനി നമ്മളിത് പറയേണ്ട കാര്യമില്ല. ഒരു സത്യം എന്താണെന്നറിയോ, ശരിക്കും ഈ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ആശയങ്ങൾ, അവരുടെ റാഡിക്കൽ ആശയമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ, അതിന് മതേതരവാദികളായ രാഷ്ട്രീയക്കാര് അതിന് കൊട പിടിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, മറ്റൊരു രീതിയിലുള്ള ഒരു വലിയ ഒന്നിപ്പുണ്ടാവും. ഒരു ഫാർ റൈറ്റ് മൂവ്മെന്റ് ശക്തമായി. അപ്പം അത് എന്തുകൊണ്ടാണ് പരമ്പരാഗതമായി ഇപ്പോൾ കോൺഗ്രസിനും കുറച്ച് CPM-നൊക്കെ വോട്ട് ചെയ്യുന്ന ക്രൈസ്തവർ BJP വോട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വല്ലാതെ രീതിയിലുള്ള ഒരു ഈ ഏകീകരണം കാണുന്നത്, മുറവിളി കാണുന്നത്? കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ അജണ്ട എല്ലാവർക്കും മനസ്സിലായി. അത് കാരണം ഞാൻ പറഞ്ഞു, ഈ 15 പറഞ്ഞില്ലേ, ഈ ഡിസ്പേസ് ചെയ്യുന്ന 15 അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പേസ് ആകാതെ ഒറ്റക്കെട്ടായി എന്നാലോ, അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു വലിയ വിവേകം രാഷ്ട്രീയക്കാർ കാണിക്കണം. പിന്നെ ഇത്ര റാഡിക്കൽ ആശയം ഉള്ളവരും കാണിക്കണം. ഇപ്പോഴും തങ്ങളാണ് ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷം വേറൊന്നാണെന്നും ചിന്തിക്കാനുള്ള ആ ഒരു ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ ദുഷ്കരമാണെന്ന് പറയാനുള്ളത്. നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കൃത്യവും വ്യക്തവുമായ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ, ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കരാളഹസ്തങ്ങൾ കേരളത്തിന്റെ സമസ്ത മേഖലകളെയും ഗ്രസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങൾ, സാംസ്കാരിക നായകർ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊടപിടിച്ചു കഴിഞ്ഞാൽ, അവരെ വെള്ളപൂശി കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു കൊത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ വസ്തുത കൃത്യവും വ്യക്തവുമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിക തീവ്രവാദികൾ നടമാടുന്ന, അവരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ അവരെ പിന്താങ്ങിയവർക്ക് നേരെ അവർ തന്നെ വാളോന്തുന്ന, അല്ലെങ്കിൽ അവർ തന്നെ അവരെ ഗ്രസിച്ചു കളയുന്ന അനവധി സംഭവ വികാസങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഒപ്പം ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് നേരെ കുടപിടിച്ചു കഴിഞ്ഞാൽ, അതിനെ പാലൂട്ടി വളർത്തി കഴിഞ്ഞാൽ, മറു സൈഡിൽ ഭൂരിപക്ഷ വർഗീയത
വലിയ രീതിയിൽ വർദ്ധിക്കുവാനുള്ള അല്ലെങ്കിൽ സമൂഹത്തെ ഗ്രസിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്ത് കളയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ മാറ്റിവെച്ച്, സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച്, അധികാര രാഷ്ട്രീയത്തോടുള്ള കൊതി മാറ്റിവെച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിഗൂഢ അജണ്ടകളെ തുറന്നു കാണിക്കുവാനും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രങ്ങളെ തള്ളിപ്പറയുവാനുമുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന വ്യക്തമായ നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.